അതെ, ഇത് നമ്മുടെ ചാരപ്പടേനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ അടവെച്ചാട്ടോ. 10 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 10 മുട്ടയെ നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യം ഉണ്ടായവനാണ് ആ തലക്കുഞ്ഞെന്നൊക്കെ പറയില്ലേ, അതാണ് ആ ചാര കളറിലുള്ള തന്നെ. പിന്നെ ഒരു മുട്ട അത് വിരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇത് നമ്മൾ ആ മുട്ടത്തോട് അപ്പം പിറക്കി കളയും. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മറ്റേ മുട്ടയിൽ കയറി ഇരുന്നിട്ട് മുട്ട വിരിയാതെ വരും, കുഞ്ഞുങ്ങളത് ഇരുന്ന് ചത്തൊക്കെ പോകും ഈ മുട്ടത്തോട് മറ്റേ മുട്ടേനോട് ഒട്ടിയിരിക്കുമ്പോഴേ. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ട് അങ്ങനെ തന്നെ പൊടിച്ചിട്ട് നമ്മൾ മറ്റു കോഴികൾക്ക് ഇട്ട് കൊടുക്കും, അവന്മാർ കഴിച്ചോളും. ബാക്കിയെല്ലാം നമ്മൾ എടുത്ത് കളയുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് നമ്മൾ പുള്ളിപ്പടേനെ രണ്ടാമത് നമ്മൾ അടവെച്ചതാണ്. അതിൽ ഒരാൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ, ഒരു നേക്കഡ് നെക്ക്, അതും ചാര കളർ ഒരു വൈറ്റും കൂടി ചേർന്നതാണ്. ആളൊരിത്തിരി അഗ്രസീവാണ്, നമ്മുടെ കൊത്താൻ വരും. ഞാൻ അപ്പോൾ അത് കാരണം പതിയെ ഇങ്ങനെ എടുത്തേ പൊക്കോളൂ. അല്ലെങ്കിൽ നേരെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ 2 കൊത്തൊക്കെ നേരത്തെ കിട്ടിയിട്ടുള്ളതുകൊണ്ടേ പണിയാണ്. പതിയെ പോയി.